ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. രാത്ത് അകേല ഹെ ദ ബൻസാരി മർഡേഴ്സ് കണ്ടു. 2020 ഇറങ്ങിയിട്ടുള്ള രാത്ത് അകേലയുടെ രണ്ടാം ഭാഗമായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ വന്ന പുതിയ പടമാണ് രാത്ത് അകേല ടു ബൻസാരി മർഡേഴ്സ്. ആദ്യത്തെ പടം എടുത്ത അതേ മെയിൻ ഒരു ഓൾമോസ്റ്റ് സെയിം ക്രൂ തന്നെയാണ് ഇതിലുള്ളത്. ഡയറക്ടഡ് ബൈ ഹണി ട്രെഹാൻ, റിട്ടൺ ബൈ സ്മിത സിംഗ്. നവാസുദ്ദീൻ സിദ്ദിഖാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് വരുന്നത്. ആദ്യത്തെ പടത്തിൽ ഒരു കേസന്വേഷണം നടത്തി, ഇതിൽ പുതിയൊരു കേസന്വേഷണം. ആ ഒരു ഡിഫറൻസ് ആണ് ഈ ഭാഗങ്ങളിലുള്ളത്. ആദ്യത്തെ പടത്തിലെ രാധിക ആപ്തയുടെ കഥാപാത്രം ഇതിൽ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ഈ പടത്തിലേക്ക് വരുമ്പോൾ ഒരു ബൻസാൽ കുടുംബം, വെൽത്തി ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ബൻസാൽ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു 6 പേര് ദുരൂഹ സാഹചര്യത്തിൽ ഒരു രാത്രി മരിക്കുകയാണ്. അത് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരനായിട്ടാണ് ഇതിൽ നവാസുദ്ദീന്റെ കഥാപാത്രം വരുന്നത്. ഇതിൽ ഒരു ടിപ്പിക്കൽ ഒരു ക്രൈം ത്രില്ലർ എന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൽ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിന്റെ മർഡറിന്റെ റീസണിങ്ങും കാരണങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് അന്വേഷിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്ലോട്ട്. ഇതില് അവരാ മിസ്റ്ററി കൊണ്ടുവന്ന രീതി, പിന്നെ ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത് നൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെയാണ്. അതായത് ലൗഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളോ കാര്യങ്ങളൊന്നുമല്ല, നൈസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, ക്യാമറയുടെ ഒരു കളറിങ്, പിന്നെ നവാസുദ്ദീന്റെ എന്താ പറയാ വളരെ കൺട്രോൾഡ് ആയിട്ട് എന്താ പറയാ കാമായിട്ടുള്ള ഒരു ഭയങ്കര കാമായിട്ടുള്ള എന്താ പറയുക അത്യാവശ്യം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. ഇപ്പൊ ഫസ്റ്റ് പടത്തുനിന്നുള്ള ഇയാളൊരു പേഴ്സണൽ ലൈഫിന്റെ കുറച്ചൊരു ഫസ്റ്റ് പടത്തുനിന്ന് കണ്ടാലാണ് ആ പേഴ്സണൽ ലൈഫിൽ വരുന്ന ചില കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അത് വലിയൊരു കുഴപ്പമല്ല. പക്ഷെ ഇതിൽ പുതിയ കേസായതുകൊണ്ട് കംപ്ലീറ്റ് നമ്മുടെ അറ്റൻഷൻ ഇതിലായിരിക്കും. അപ്പൊ രാധികയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ ഭാഗം കാണണം, ഇല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അത് വലിയൊരു പോരായ്മയല്ല. അല്ല, ഇതാണ് ആദ്യം കാണുന്നവർക്ക്, അതാണ് ഞാൻ പറയുന്നത്, ഇതാണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കഥാപാത്രങ്ങളുടെ കണ്ടിന്യൂറ്റിയിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല എന്ന്. കാരണം ഇതിൽ പുതിയ കേസാണ്. പിന്നെ ഇതിൽ പുതിയ കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ് നമ്മുടെ രേവതി, മലയാളി രേവതി ഇതിലൊരു പുതിയ കഥാപാത്രമാണ്. പിന്നെ ചിത്രകഥ സിംഗ് ആണ് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെയും കുറച്ച് ചെറിയൊരു റോളിൽ മറ്റു ആൾക്കാർ വരുന്നുണ്ട്. രേവതിയുടെ കഥാപാത്രം ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫോറൻസിക് ഡോക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇവര് ആ ഫോറൻസിക് കാര്യങ്ങള്, പ്രത്യേകിച്ച് ബ്ലഡ് പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പുതുമായിട്ട് തോന്നി. അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കാമായിട്ടുള്ള പോലീസ് ഓഫീസറും ഒരു കുറച്ച് അരകനല്ല കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രമായിട്ടാണ് രേവതിയുടെ വരുന്നത്. അപ്പൊ അവരുടെ ഒരു ബോണ്ടൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സസ്പെൻസ് അത്യാവശ്യത്തിലധികം നല്ലൊരു സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നീറ്റായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു നൈസ് ക്രൈം ത്രില്ലർ വിത്ത് സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു പടം കാണണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പടം കാണുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.